തിരുവനന്തപുരത്ത് എത്ര പബ്ലിക് സ്പേസ് നമുക്കുണ്ട്? നമുക്കാകെ ഈ കനകക്കുന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശംഖുമുഖം കടപ്പുറത്ത് എന്താണ് സംഭവിച്ചത്? ശംഖുമുഖം കടപ്പുറം ഇല്ലാതായില്ലേ? നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ തിരുവനന്തപുരത്തുകാർക്ക് ഇത് കണ്ടിട്ട്? ഉണ്ടല്ലേ? അപ്പം എന്നിട്ട് ആരും പ്രതികരിക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൊതുയിടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട ചുമതല നെയ്ബർഹുഡ് ലെവലിൽ തൊട്ട് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ തൊട്ട് തുടങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം, അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം എഴുതണം, അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കണം. ഇതൊരു സമൂഹത്തെ ബാധിക്കുന്ന വിഷയമായിട്ട് ഉയർന്നു വരണം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടുന്നത്. അതിനോടൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. നമ്മൾ ഇപ്പോൾ റോഡുകൾ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. നമുക്ക് വാഹനങ്ങളുടെ ബാഹുല്യം കൊണ്ട് റോഡും നമ്മുടെ ഒരു പൊതുവിടമാണല്ലോ. അപ്പോൾ ഈ റോഡുകൾ വികസിപ്പിച്ച് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വേറൊരു സംഗതിയുണ്ട്, നടപ്പാതകൾ. അപ്പോൾ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഒരു വികസനത്തിൽ ഈ ഒരു നടപ്പാത, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റെസിഡൻഷ്യൽ അസോസിയേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു 3.5 അടി വീതിയുടെ കാര്യമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അത്തരം ഒരു കൺസെപ്റ്റിനെ പറ്റി കൂടെ ഒന്ന് പറയാമോ? ഈ ഒരു നമുക്കൊരു സ്പേസ്, നമ്മുടെ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത്. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഈ പറയുന്ന ഈ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. എന്തുകൊണ്ട് ഈ ലാക്ക് ഓഫ് പബ്ലിക് സ്പേസ് പൊതുജനം ഉയർത്തുന്നില്ല? എന്തുകൊണ്ട്? ഞാൻ പ്രതികരണങ്ങൾ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. ഈ പറയുന്ന നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന എത്ര ഫുട്പാത്തുകളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ മറിഞ്ഞു വീഴുന്നത്, അതായത് സ്ലാബ് ഇളകി കിടക്കുന്ന ഫുട്പാത്തുകൾ, ഈ പറയുന്ന സ്ലാബ് മുറിഞ്ഞ് കമ്പി ഇങ്ങനെ എത്രയോ ആക്സിഡൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പത്രത്തിൽ വായിച്ചു, ഈയിടെയും കോഴിക്കോട് ഒരു കുട്ടി മുകളിൽ നിന്ന് ഏകദേശം 1.5 അടി താഴോട്ട് കാല് ചെറുക്കി വീണു എന്ന് പറഞ്ഞൊരു ന്യൂസ് കണ്ടു. ഇത് സ്ഥിരം പത്രത്തിൽ കാണുന്ന ന്യൂസാണ്. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഈ റോഡിൻ്റെ തൊട്ട് ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ട് ഫുട്പാത്തിൻ്റെ നടുക്ക് പോസ്റ്റ് നിന്നാൽ ആർക്കും പ്രശ്നമില്ലല്ലോ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു why this is happening in the society? I don't know. I seriously don't know. I think we have to have some sort of serious എന്താ പറയുക, ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. ഇതിനെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ പ്രതികരിച്ച് കൊണ്ടുവരണം, ഇതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി. അതാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ, അതിന് ഉത്തരമില്ല. കാര്യം പെഡസ്ട്രിയൻ മൂവ്മെൻ്റ് ആണ് ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ പെഡസ്ട്രിയൻ മൂവ്മെൻറ്റിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കൈവീശി നടക്കണമെങ്കിൽ ഒരു 2 മീറ്ററെങ്കിലും പെഡസ്ട്രിയൻ പാത്ത് വേണം. ഇവിടെ എവിടെയാണ് 2 മീറ്റർ പെഡസ്ട്രിയൻ പാത്ത് ഉള്ളത്? സിറ്റിയിൽ സൈക്കിൾ ട്രാക്ക് എവിടെയാണുള്ളത്? അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് അവയർനെസ്സിൽ കൂടെ മാത്രമേ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈവൻ നമ്മുടെ നെയ്ബർഹുഡ് ഡിവൈഡ്, ഇപ്പം നമ്മൾ വലിയ പറമ്പുകൾ ഡിവൈഡ് ചെയ്ത് പുതിയ വീടുകൾ ഉണ്ടാകുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ 3.5 മീറ്റർ റോഡ് മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീട് തിരിക്കുമ്പോൾ 3.5 മീറ്റർ വഴി മതി, അതിലും വലിയ വഴി വേണ്ട. ഈ ലാൻഡ് പൂളിംഗ് ആൻഡ് റീഅഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാനിങ് ടെക്നിക്കുണ്ട്. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു റീപ്ലാൻ ചെയ്യണമെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഒരു വാർഡിൽ 100ഓളം പേര് താമസിക്കുന്നുണ്ടെങ്കിൽ ആ 100ഓളം പേരുടെ സമ്മതത്തോടു കൂടി ആ പ്ലോട്ടുകൾ ഏറ്റെടുത്ത് അതിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഇന്ത്യയിൽ പലയിടത്തും സക്സസ്ഫുള്ളായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നടപ്പാവില്ല, കേരളത്തിൽ സമ്മതിക്കില്ല. ഈ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. ശരിക്കും ഈ പറയുന്ന ലാൻഡ് പൂളിംഗ് ആൻഡ് റീഅഡ്ജസ്റ്റ്മെൻറ്റ് കേരളത്തെ സംബന്ധിച്ച് വളരെ എസെൻഷ്യൽ ആണെന്നാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു ലാൻഡ് പൂളിംഗ് ആൻഡ് റീഅഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ തന്നെ നമ്മുടെ പല ഏരിയാസും രക്ഷപ്പെടും. പല സ്ഥലത്തും നമുക്ക് ആവശ്യമുള്ള വളരെ ഭംഗിയുള്ള ഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും അനുഗ്രഹിച്ച് കിട്ടിയ ഭൂമിയാണ്. പക്ഷേ ആ ഭൂമിയുടെ സാധ്യതകൾ എല്ലാ രീതിയിലും നമുക്കത് ഒരുപക്ഷെ ഈ എല്ലാം കിട്ടിയത് കൊണ്ടുള്ള അഹങ്കാരമായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും അതിൻ്റെ വില നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി ഗ്രാസ് റൂട്ട് ലെവൽ.